ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കട്ടി എന്റെ ഫാമിലിയെ കുറിച്ച് ചോദിക്കണ്ട. കട്ടി നീ ഇങ്ങനെയൊക്കെ കാണിക്കും, നീ എന്നൊന്നും എന്നെ അഭിസംബോധന ചെയ്യണ്ട. പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാണ്. റീൽസിന് വേണ്ടി ചെയ്താണ്. അപ്പൊ നിങ്ങൾ മാരീഡ് ചെയ്തിട്ടില്ല? അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ഓൾറെഡി മാരീഡ് ആണ്. ആണ്. എന്താ ഭർത്താവ് എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കട്ടി എന്റെ ഫാമിലിയെ കുറിച്ച് ചോദിക്കണ്ട. കട്ടി അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന നിന്നോട് ചോദിച്ചിട്ട് ചോദിക്കണ്ടേ? എനിക്ക് കുറെ പ്രശ്നങ്ങൾ കാണും അതിന്റേതായ. കട്ടി പറഞ്ഞു കണകുണ ചോദ്യങ്ങളും ചോദിക്കരുന്നു. ശ്രീലക്ഷ്മിനെ ആർക്കും അങ്ങനെ ക്ലിയർ ആൻഡ് കട്ടായിട്ട് അറിയണമെന്നൊന്നുമില്ല. പക്ഷെ അലിൻജോസ് പെരേര വിവാഹം കഴിച്ചു എന്നുള്ള രീതിയിലാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ അലിൻജോസ് പെരേര വിവാഹം നിങ്ങൾക്ക് ഒരു നാണം തോന്നില്ലേ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. താങ്കൾ ഇപ്പോഴേ ഫൂൾ അല്ലേ അലിൻജോസ്? താങ്കൾ വീണ്ടും വീണ്ടും ഫൂൾ ആയിക്കൊണ്ടിരിക്കുവല്ലേ? എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കേരളത്തിൽ സജീവമായിട്ട് നിലനിൽക്കുന്ന എല്ലാ മീഡിയകളിലും നിങ്ങൾ വിവാഹിതരായി എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഷാജിയേട്ട്, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. മലയാളികൾ മുഴുവൻ മണ്ടന്മാരാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? നിങ്ങൾ ഇതെന്ത് ഗിമ്മിക്കാണ്? ഇതെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതിലൂടെ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? അത് പോട്ടടാ ലാബു. അല്ല പിന്നെ സാമാന്യമായ രീതിയിൽ ചോദ്യം ചോദിച്ചു. ചൂടാകുന്നല്ലോ, ഇത് മാന്യമായിട്ടുള്ള ചോദ്യമാണ്. ചൂടാവല്ലേട്ടാ ഇങ്ങനെ ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാ. ഞാനിപ്പോ നിങ്ങളെ ദേഷ്യപ്പെടുന്നു, നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നു? എനിക്ക് തോന്നുന്നുണ്ട്. സംഗതി ആകെ പെശകാണല്ലോ ശ്രീരേട്ടാ. നിങ്ങൾക്ക് ഉപദേശം തരാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്, എന്റെ അഭിപ്രായങ്ങൾ ഇവിടെ തുറന്നു പറയാനാണ് ഞാൻ ഇരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ദുർമാരി മറ്റടുത്ത പരിപാടി തന്നെയാണ്. അതെ, എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേതാണ്, എന്റെ അഭിപ്രായം എന്റേതാണ്. അപ്പൊ എന്റെ അഭിപ്രായം നിങ്ങളുടേതാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണ്ട. വെറുതെ വർത്താനം പറഞ്ഞ സമയം കളണ്ട്. ഒരു ഇഷ്ടം എടുത്ത് തലടിച്ച് വിളിക്കുന്നു. ഇവിടെ ഇഷ്ട അമ്പലത്തിൽ കാണിച്ചത് ശുദ്ധ പോക്രിത്തരം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നല്ലതാണോ ഒരു പെണ്ണിനെ മുന്നിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ വായി വരുന്നതെല്ലാം വിളിച്ചു പറയുന്നത് നല്ലതാണോ? ചൂടാവില്ല നാരായണി, ഒരു പാലിട്ട് അങ്ങോട്ട് കിടക്ക വേണ്ടേ? ഇപ്പൊ ഈ നിങ്ങൾ പറഞ്ഞ എന്ത് പോക്രിത്തരോ? അത് എന്റെ നാട്ടിൽ വലിയൊരു തെറിയാണ്. എന്റെ നാട്ടിൽ അത് വലിയ തെറിയാ. ഡിക്ഷണറിയിലുള്ളൊരു വാക്കല്ലേ? എനിക്കറിയത്തില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ. നിങ്ങളോട് സ്വാഭാവികമായിട്ട് ഞാൻ വിളിച്ചിരുത്തിട്ട് എന്ത് അപമര്യാദയായിട്ടുള്ള പോക്രിത്തരോ? ഈ പോക്രിത്തരം വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. കുണുകുണാന്ന് പറഞ്ഞല്ലോ. താങ്കൾ പറയുന്നത് ഞാൻ പറയാം. ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമല്ല, തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ. താങ്കൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? നീ ഇങ്ങനെയൊക്കെ കാണിക്കും, നീ എന്നൊന്നും എന്നെ അഭിസംബോധന ചെയ്യണ്ട. അനാവശ്യം പറഞ്ഞാൽ പെണ്ണാണെന്നും ഞാൻ നോക്കൂല. അടിച്ച് കാരണം പോച്ചോളെ. ലേഡിയോട് എന്താ ചോദിച്ചത്? താങ്കളോട് നിൽക്കൂ. താങ്കൾക്ക് ചോദ്യം ഭാഷ മനസ്സിലാവുണ്ടല്ലോ. ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തിരിച്ചിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം. ഇതല്ല ഉദ്ദേശം. ഇനി ഒരു സെക്കൻഡ് ഞാൻ എടുക്കൂല. പ്രേമ, ഞാൻ പോണി, എന്നെ തടുക്കരുത്. അത്രയും കാണിച്ച കളത്തിനെന്ന് തന്നെ പറയും. പിന്നെ പിന്നെ കള്ളത്തരമല്ലേ? താങ്കൾ വിവാഹം കഴിച്ചു എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ മുഴുവൻ പറഞ്ഞിട്ട് താങ്കൾ കാണിച്ച കള്ളത്തരമല്ലേ? പറ്റിച്ച് ജീവിക്കുന്നവരെ പറ്റിച്ച് ജീവിക്കുന്നവരാ പുല്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.